സിറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്ന വാർത്തയാണ്. സിനഡ് യോഗം എന്തായാലും ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് യോഗം. മാർ ജോസഫ് കല്ലറങ്ങാട് മേജർ ആർച്ച് ബിഷപ്പ് തന്നെ ആകുമെന്നാണ് സൂചനയുള്ളതും. ബീന റാണി ചേരുന്നു വിവരങ്ങളുമായി. ബീന, വിവരങ്ങൾ. അതിനാൽ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവെച്ചതിന് ശേഷമുള്ള ആദ്യ സിനഡാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സിനഡിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പകരക്കാരനെ കണ്ടെത്തുക എന്ന് തന്നെയായിരുന്നു. അതേതാണ്ട് തെരഞ്ഞെടുക്കുന്നതിന്റെ നടപടി ക്രമങ്ങൾ പൂർത്തിയായതാണ് ഇപ്പോഴുള്ള സൂചന. ഉടൻ തന്നെ ആർച്ച് ബിഷപ്പ് ആരാണെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നും കരുതുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ 3-2 ഭൂരിപക്ഷത്തോടെ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാടിനെ തെരഞ്ഞെടുത്തെങ്കിലും അദ്ദേഹം പിൻവാങ്ങിയ സാഹചര്യത്തിൽ മാർ സെബാസ്റ്റ്യൻ വടക്കേലായിരിക്കും പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും അന്തിമ പ്രഖ്യാപനം റോമിൽ നിന്ന് മാർപ്പാപ്പ തന്നെയാണ് നടത്തേണ്ടത്. സിനഡിൽ നിന്നുള്ള വിശദാംശങ്ങൾ വത്തിക്കാന് കൈമാറിയിട്ടുണ്ട്. വത്തിക്കാന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് മാർ ജോസഫ് കല്ലറങ്ങാട് ഈ മേജർ ആർച്ച് ബിഷപ്പ് ആയേക്കില്ല, അദ്ദേഹം പിന്മാറി, എങ്ങനെയാണോ? ആദ്യഘട്ടത്തിൽ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാടിനെയാണ് തെരഞ്ഞെടുത്തതെങ്കിലും അദ്ദേഹം പിൻവാങ്ങിയതായാണ് സൂചന. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ, അതായത് രണ്ടാം റൗണ്ടിലാണ് ബിഷപ്പിനെ തെരഞ്ഞെടുത്തതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഈ സൂചന അനുസരിച്ച് മാർ സെബാസ്റ്റ്യൻ വടക്കേൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആകുമെന്നാണ് സൂചന. എന്തായാലും ഇത് സംബന്ധിച്ച അന്തിമ പ്രഖ്യാപനമില്ല. ഇന്ന് വൈകിട്ടോടെയോ നാളെ രാവിലെയോ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. റോമിൽ നിന്നും മാർപ്പാപ്പയായിരിക്കും ഇത്തരത്തിൽ അന്തിമ പ്രഖ്യാപനം നടത്തുക. ഈ വിശദാംശങ്ങളെല്ലാം തന്നെ വത്തിക്കാന് കൈമാറിയിട്ടുണ്ട്. വത്തിക്കാന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതേസമയം സ്ഥാനാരോഹണം സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. എറണാകുളം ബസലിക്കയിലാണ് ഇത്തരത്തിലൊരു സ്ഥാനാരോഹണം നടക്കേണ്ടത്. ബസലിക്ക അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കർദിനാൾ ജോർജ് ആലഞ്ചേരി രാജിവെച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പകരക്കാരനെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായതായി വിവരം പുറത്ത് ലഭിക്കുന്നത്. സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള 53 ബിഷപ്പുമാരായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇതിൽ 3-2 ഭൂരിപക്ഷത്തോടെയാണ് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ മുതൽ തന്നെ ആരോപണത്തിന് അതീതനായ, അതുപോലെ തന്നെ സമവായത്തിലൂടെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളായിരിക്കണം പുതിയ മേജർ ആർച്ച് ബിഷപ്പ് എന്ന് വൈദിക സമൂഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പുതിയ ആർച്ച് ബിഷപ്പിന്റെ മുന്നിൽ കുർബാന തർക്കം തന്നെയാണ് പ്രധാന കീറാമുട്ടിയായി നിൽക്കുന്നത്. അത് എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിലായിരിക്കും അദ്ദേഹം ഇനി മുന്നോട്ടുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു പ്രഖ്യാപനം സിറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത് ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ അറിയുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. രണ്ടാം ഘട്ടത്തിൽ, രണ്ടാം റൗണ്ടിൽ 3-2 ഭൂരിപക്ഷത്തോടെയാണ് ഇത്തരത്തിൽ ഫാദർ സെബാസ്റ്റ്യൻ വടക്കേലിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശരി ബീന.